രാജ്യമെങ്ങും അതീവ ജാഗ്രതയിലാണ്. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ബീച്ചുകൾ തുടങ്ങി പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ആളുകൾ ഒരുമിച്ച് കൂടാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഹരിമോഹനുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, എസ് ശരൺ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം ഹരിയിലേക്ക്. ഹരി, ഇപ്പോൾ എല്ലായിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് പരിശോധന തുടരുന്നത്? അരുൺകുമാർ, ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ഡൽഹി സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ചത്. അതായത് കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെ പരിശോധന നടത്തുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതായത് പൂർണ്ണമായിട്ടും പരിശോധന നടത്തിയ ശേഷം മാത്രമേ യാത്രക്കാരെ ഇപ്പോൾ അകത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ. ലഗേജുകൾ പൂർണ്ണമായും പരിശോധിക്കും. സാധാരണ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവാത്തതാണ്. പക്ഷേ ഇന്നിപ്പോൾ ലഗേജുകൾ പൂർണ്ണമായിട്ടും പരിശോധിക്കുക. ഒപ്പം തന്നെ പ്ലാറ്റ്ഫോമുകളിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എല്ലാം തന്നെ തുടർച്ചയായി പരിശോധനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി മുതൽക്ക് തുടങ്ങിയ പരിശോധനയാണ്. അല്പസമയം മാത്രമായിരുന്നു ഒരു ഇടവേള ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ആ പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനുകൾ മാത്രമല്ല, സംസ്ഥാനത്തുള്ള തിരക്കുള്ള മറ്റ് സ്ഥലങ്ങൾ, അതായത് ആരാധനാലയങ്ങൾ, വിമാനത്താവളങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് പരമാവധി പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുക എന്നുള്ളതാണ്. ഈ ഒരാഴ്ചത്തേക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ പരിശോധന തുടരണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസും റെയിൽവേ പോലീസും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് സംയുക്തമായി ഇത്തരത്തിലൊരു പരിശോധന ഇപ്പോൾ നടത്തി വരുന്നത്. ഈ പരിശോധനയ്ക്ക് ഇപ്പോൾ നിലവിൽ പരമാവധി എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ഇറക്കി പരമാവധി പരിശോധനകൾ നടത്തണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഈ സംശയകരമായ രീതിയിൽ വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള സാധനങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കുക എന്നുള്ള നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. 112 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുമായി ആശയവിനിമയം നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അരുൺ, അന്വേഷണത്തോട് നമ്മളെല്ലാവരും തന്നെ സഹകരിക്കേണ്ടതുണ്ട്. രാജ്യമെമ്പാടും അലേർട്ടാണ്, ഓൺ ഹൈ അലേർട്ടാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രൊഫഷണലായി സർവകലാശാലകളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പണിയെടുക്കുന്ന പ്രൊഫഷണലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തീവ്രവാദ സംഘം ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത്. ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മുടിയുള്ളിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്ന ഉമർ മുഹമ്മദും. അഷ്കർ അലിയുണ്ട് മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, മലപ്പുറത്ത് കളക്ട്രേറ്റിലും ഇപ്പോൾ പരിശോധനയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലായിടങ്ങളിലും പരിശോധന നടത്താനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം, അല്ലേ? അരുൺ, മലപ്പുറത്ത് ബോംബ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ടീമിൻ്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളക്ട്രേറ്റ് പരിസരം അതുപോലെ തന്നെ കളക്ട്രേറ്റ് ഹാൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഇന്നലെ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉൾക്കൊണ്ടും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. മലപ്പുറം പോലീസിൻ്റെ നേതൃത്വത്തിൽ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പരിശോധന നടത്തി വരികയാണ്. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പരിശോധന നടക്കുന്നത് മലപ്പുറത്ത് കളക്ട്രേറ്റിലാണ്. അവിടെ ബോംബ് സ്ക്വാഡ് അടക്കം എത്തിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെ കോഴിക്കോട് ബീച്ചിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം രാത്രിയിൽ തന്നെ പരിശോധനയുണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധനയുണ്ട്. ആൾക്കൂട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തണമെന്നുള്ളതാണ്. കാരണം ഇത് വളരെ നിർണായകമായത് ഫരീദാബാദിലടക്കം പ്രൊഫഷണലുകളായ ഡോക്ടർമാരെ തീവ്രവാദ സംഘത്തിൽപ്പെട്ടവരെ പിടികൂടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെത്. ഇവരുടെ പക്കൽ നിന്ന് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. 350 കിലോഗ്രാമോളം വരുന്ന അമോണിയം നൈട്രേറ്റും ഇവരിൽ നിന്ന് പിടികൂടിയിരുന്നു. അപ്പോൾ ഇത്രയും വലിയ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഒരു സംഘത്തെ പിടികൂടി ആ സ്ഫോടന സാധ്യത നിർവീര്യമാക്കിയിരുന്നു അന്വേഷണ സംഘം. അതിൽ പ്രകോപിതനായിട്ടാണ് ഡോക്ടർ മുഹമ്മദ് ഉമർ i20 കാറിൽ സ്ഫോടക വസ്തുക്കളുമായി ചെങ്കോട്ടയിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റ് കോളർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളിലാണെങ്കിലും മാധ്യമ മേഖലകളിലാണെങ്കിലും അതല്ല മറ്റ് ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ പ്രൊഫഷണലുകളാണെങ്കിലും പണിയെടുക്കുന്നവരുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ഇന്റലിജൻസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന. അഷ്കറുണ്ട്. അഷ്കർ, ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ബോംബ് സ്ക്വാഡ് അടക്കം കൊണ്ടുവന്നാണ് പരിശോധന, അല്ലേ?
അരുൺ, വിശദമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. മലപ്പുറം പോലീസിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരോടും അതുപോലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ചേർന്ന ഒരു സംയുക്ത പരിശോധന തന്നെ നടത്തുന്നു. മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ അതുപോലെ തന്നെ കോൺഫറൻസ് റൂമിന് സമീപം കളക്ടറേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന ചാക്കുകളടക്കം വിശദമായ പരിശോധന തന്നെ ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ജില്ലയിലുടനീളം ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ അത്തരം പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു. ജില്ലയിലെ 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, തിരൂരും അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷൻ, താനൂർ ഉൾപ്പെടെയുള്ള മറ്റ് ചെറിയ റെയിൽവേ സ്റ്റേഷൻ അടക്കം എല്ലായിടത്തും ഒരു ഭാഗങ്ങളിൽ RPFിൻ്റെ നേതൃത്വത്തിലും അതിനോടൊപ്പം തന്നെ മറുഭാഗങ്ങളിൽ പോലീസിൻ്റെ നേതൃത്വത്തിലും വലിയ പരിശോധന നടത്തുന്നു. അതിനോടൊപ്പം തന്നെ കളക്ടറേറ്റിന് സമീപത്തുള്ള കോടതി പരിസരവും ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒരു ഭാഗവും ഒഴിച്ച് വിടാതെയുള്ള സംയുക്തമായ ഒരു പരിശോധന തന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് പോലീസ് പറയുന്നത് ഈ ഡൽഹിയിലെ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ കർശനമാക്കാൻ DGPയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു വിശദമായ പരിശോധന തന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ഓരോ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ആ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ സംശയ സാഹചര്യത്തിലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി ഡോഗ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡിൻ്റെയും ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസ് പരിശോധന നടത്തുന്നു. കളക്ടറേറ്റ് പരിസരത്താണ് ഇപ്പോൾ മലപ്പുറം നഗരത്തിലെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റിൻ്റെ പരിസരങ്ങളിലും നിർത്തിയിട്ട വാഹനങ്ങളിലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും അതുപോലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട സ്ഥലങ്ങളടക്കം ഒരു ഭാഗവും വിടാതെയുള്ള ഒരു പൂർണ്ണമായ പരിശോധന തന്നെ ഈ ഘട്ടത്തിൽ പോലീസ് നടത്തി വരുന്നു. അങ്ങനെ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അരുൺ, തിരിച്ചു വരാം. ഞാനൊന്ന് എറണാകുളത്തേക്ക് കൂടി പോകുന്നു. എറണാകുളത്തും വലിയ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എറണാകുളത്ത് സൗത്ത് സ്റ്റേഷനിലാണ് പരിശോധന. ശരണുണ്ട്. ശരൺ, എറണാകുളത്തെ പരിശോധന എങ്ങനെ തുടരുന്നു? അരുൺകുമാർ, ദില്ലിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെങ്ങും കനത്ത ജാഗ്രതയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കൊച്ചിയിലും വ്യാപകമായി തന്നെ പരിശോധന ഉണ്ടെന്നുള്ളതാണ്. അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനയാണ്. ഇവിടെ ബോംബ് സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയാണ് പരിശോധന നടത്തുന്നത്. RPFും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടു കൂടി പരിശോധനകൾ തുടരുകയാണ്. ഓരോ യാത്രക്കാരന്റെയും ലഗേജ് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ആകെ തന്നെ പരിശോധന, രാത്രിയുടനീളം തന്നെ ഇവിടെ പോലീസിന്റെയും RPFിന്റെയും ഒക്കെ തന്നെ പരിശോധനകൾ നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ആലുവ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിലും പരിശോധന ഉണ്ട്. ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്താകെ തന്നെ പരിശോധനകൾ നമുക്ക് രാവിലെ കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ വലിയ ജാഗ്രതയാണ് ഇപ്പോഴും തുടരുന്നത്. പ്രത്യേകിച്ച് സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുള്ള അടക്കം ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ശരണും അഷ്കറും ഹരിയുമാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലും അതീവ ജാഗ്രതയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ദില്ലിയിൽ അന്വേഷണ സംഘങ്ങൾ. NIA ആണ് ഇപ്പോൾ അന്വേഷണത്തെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. UAP അടക്കം FIRൽ ചുമത്തിയിട്ടുണ്ട്. നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരുന്നു. വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം രാജ്യദ്രോഹികൾ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ എത്തിക്സിന് ചേരാത്ത വിധം കയ്യിൽ സ്ഫോടക വസ്തുക്കളുമായി രാജ്യത്തുടനീളം സ്ഫോടനത്തിന് പദ്ധതിയിട്ടു എന്നതാണ് പുറത്തുവന്ന വിവരം. അതിനെ തുടർന്നാണ് ഫരീദാബാദിലും ജമ്മു കാശ്മീരിലും ഹരിയാനയിലും അടക്കം അറസ്റ്റ് നടന്നത്. 3 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. 4ാമത്തെ ഡോക്ടറായിരുന്നു ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കരുതുന്നത്. ഇതിൽ അറസ്റ്റിലായ ഡോക്ടറുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് ഉമർ മുഹമ്മദ്. തന്നെ കൂടി അന്വേഷണ സംഘം നോട്ടമിടുന്നുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലാണോ ഉമർ മുഹമ്മദ് ഒരു ചാവേറാക്രമണ പദ്ധതി പൊടുന്നനെ തയ്യാറാക്കിയത്? ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ പാളിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ചാന്ദിനി ചൗക്കായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ സിഗ്നലിൽ വെച്ച് കാറ് പൊട്ടിത്തെറിച്ചാണ് 9 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഫീൽഡിൽ നിന്നും ഗ്രൗണ്ട് സീറോയിൽ നിന്നും പിയാസുനിലും ഒപ്പം ആദിൽ പാലോടും നോബൽ മാരിക്കാരനും നൽകും. നിങ്ങൾ